ഒരു നത്തോലി പീര വെക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: നത്തോലി നന്നായിട്ട് കഴുകി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള പച്ചമുളകല്ല, ഇത് തീരെ എല്ലാം പിഞ്ച് പച്ചമുളകാണ്. എന്തോരം പച്ചമുളക് പിഞ്ചരിഞ്ഞ് ചേർക്കുന്ന അത്രയും നല്ല ടേസ്റ്റാണ് പീരയ്ക്ക്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ പുളിവെള്ളവും, പിന്നെ തേങ്ങ അരയ്ക്കാനായിട്ട്. തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തേങ്ങ ഇച്ചിരി കൂടുതൽ വേണം, എപ്പോഴും പീരയ്ക്ക് തേങ്ങ വേണം. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, 3-4 മതി. ഒരു 3-4 ചുള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് ഞാൻ ചേർക്കുന്നില്ല, മുളക് അരിഞ്ഞ് ചേർക്കുന്നതുകൊണ്ട് മുളക് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളക് കഴുകി എടുത്തിട്ടുണ്ട്, ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി മൂക്കാത്ത പച്ചമുളക് എത്ര വേണേലും ചേർക്കാം, അത് നല്ല ടേസ്റ്റാക്കും ഉണ്ടാകും ആ കറിക്ക്. എത്ര പച്ചമുളക് ചേർക്കുന്നത് അത്രയും നല്ല ടേസ്റ്റായിരിക്കും. ഒന്ന് അരിഞ്ഞെടുക്കാം, പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ്, പുളിയും വെള്ളവും കൂടെ, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയിട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ എപ്പോഴും ഞാൻ പീര വെക്കുമ്പോൾ ഇച്ചിരി ചാറ് പോലെ ഉണ്ടാവും. എനിക്കതിഷ്ടമാണ്, തീരെ ഉണങ്ങിയിരിക്കുന്നതിലും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ചേർക്കും. നമുക്കിത് വേവിച്ചെടുക്കാം. ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അത് പറയാൻ മറന്നുപോയി, ചേർക്കാൻ മറന്നുപോയി. മീൻ തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ചുറ്റിച്ച് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മീൻ തവി കൊണ്ട് ഇളക്കാൻ പറ്റില്ല. ഇനി സ്ലോ കുക്കിങ് ചെയ്യാം. ഇത്രയും നേരം മീഡിയം ഫ്ലെയിം ആയിരുന്നു, ഇനിയിപ്പോൾ നമുക്ക്
സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മെയിൻ പീല റെഡി ആയിട്ടുണ്ട്. മുളകൊക്കെ അരിഞ്ഞ് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. സാധ്യ ടേസ്റ്റാണ്. കുറച്ച് ചാറുണ്ട്. എനിക്ക് ചാറ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കുറച്ച് ചാറ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.